നിനക്കറിയാലോ, എനിക്ക് ആകെ ഒരു മോനാണുള്ളത്. ഇപ്പം ഇല്ലാതെ ഞാൻ അവനെ വളർത്തി, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി. ഈ ഇടയായിട്ട് അവൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം കാണുന്നുണ്ട്. ചോന്നല് അവനല്ലാതായിട്ട് മാറുകയാണ്. അവന് വേറൊരു സ്വഭാവം എന്തൊക്കെയോ വീട്ടിൽ കാട്ടിക്കൂട്ടിയിട്ട് അവനങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇന്നലെ അങ്ങോട്ട് പോയ ആളല്ല ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. എനിക്ക് തന്നെ അത്ഭുതം. എന്നിട്ട് അവൻ കരഞ്ഞുമ്മ, അങ്ങനെ ഒരു ഇതിൽ പെട്ടിട്ടുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവില്ല, എൻ്റെ ഫ്രണ്ട്സെല്ലാം വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആയി പോവാണ് ഉമ്മ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ആ സമയത്ത് അവൻ നിങ്ങളെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. കാരണം ഇപ്പം അവനൊരു പശ്ചാത്തപിക്കുന്ന സമയമാണ്. അവന് മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്ന് അവന് തന്നെ തോന്നിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയും, അതിൻ്റെ മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ചെറിയ കാര്യമല്ല ഈ ട്രീറ്റ്മെൻറ്റ്, കുറച്ച് നീണ്ടു പോവും. മനസ്സിലായോ? ഒന്നാമത് ഓനെ ഈ ലഹരിയിൽ നിന്ന് മുക്തനാക്കണം. പിന്നെ അവനക്ക് എന്തെങ്കിലും ഈ ലഹരി ഉപയോഗിച്ചത് കാരണം എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അവയവങ്ങൾക്ക് കേടുപാടുണ്ടോ, അതൊക്കെ നോക്കി ചികിത്സിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓനെ സമൂഹത്തിൽ ഇറങ്ങി പഴയതുപോലെ ഒരു നോർമൽ വ്യക്തിയായി ജീവിക്കാൻ ഉള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓനെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. നിങ്ങൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്തിട്ട്. ഓനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കേട്ടോ. പഴയതൊന്നും ഒരിക്കലും പറയരുത്, ദയവ് ചെയ്ത് ഒരിക്കലും പറയരുത്. എങ്കിലും ഓൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ വഴി മാറിപ്പോവും. അപ്പോൾ ഒക്കെ ഓനെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് പോവുക. ചിലപ്പോൾ എന്താണെന്നറിയോ, ഓനെ നല്ല നിലക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലഹരിക്കെതിരെ പൊരുതാൻ ഒരു പോരാളിയും കൂടെ കിട്ടും. അവൻ പറയുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സെല്ലാം അങ്ങനെയാണ്, അവർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാണെന്നുള്ള പറയുന്നുണ്ട്. ഓനോട് പറ, ആ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ ഉള്ള സിമ്മില്ലേ, അതൊക്കെ ഒഴിവാക്കി പുതിയ സിമ്മൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് നീങ്ങാം. ഞാൻ എന്തായാലും ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അറിയില്ല, അവൻ്റെ പേരും അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ അവന് ചികിത്സ കിട്ടിയിരിക്കും. അതാണ് ഇതിൻ്റെ അതാണ് ഈ ചികിത്സൻ്റെ രീതി. അങ്ങനെ ആയിരിക്കണം അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം.